ഹലോ, വെൽക്കം ബാക്ക് ടു മറ്റൊരു വീഡിയോ. ഞാൻ കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ടെന്നറിയാം. ഞാൻ കുറേ കാര്യങ്ങൾ പ്ലാനിങ്ങിലും കുറേ തീരുമാനങ്ങൾ എടുക്കുന്നതിൻ്റെ തിരക്കിലാണ്. അതൊക്കെ നിങ്ങൾ പതിയെ കാണും. പക്ഷേ അതുവരെ ജസ്റ്റ് ഒരു കണ്ടൻറ്റ് ഇടയ്ക്കിടയ്ക്ക് വിട്ടായിരിക്കും വരിക. പക്ഷേ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. കേരള ക്രൈം ഫയൽസിൻ്റെ സീസൺ 2 കണ്ടിട്ട് അതിൻ്റെ റിവ്യൂ ഇടണമെന്നുണ്ടായിരുന്നു. പക്ഷേ പിന്നെ അതൊന്ന് ഡിലേ ആയി. അതായത് ഞാൻ ഉറങ്ങിപ്പോയി. അപ്പോൾ പിന്നെ വന്ന ദിവസം ഞാൻ തിരക്കിലായിരുന്നു. അത് കണ്ട് തീർത്തപ്പോഴത്തേക്കും വീഡിയോയുടെ ഒരു ഹൈപ്പ് പോയി. ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ളൂ മക്കളെ, സന്തോഷമായി. പക്ഷേ ഇന്നലെ ദ ബെയർ എന്ന് പറയുന്ന സീരീസിൻ്റെ 4ാമത്തെ സീസൺ ഞാൻ ബിഞ്ച് വാച്ച് ചെയ്തു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ സീരീസിനെ പറ്റി കണ്ടുപിടിക്കുന്ന 2022-ലാണ്. അന്ന് ഇതിൻ്റെ ഫസ്റ്റ് സീസൺ ഇറങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പോൾ 4 സീസൺസായി. എവറി ഇയർ എല്ലാ വർഷവും ഒരു സീസൺ ഇറങ്ങാറുണ്ട്. അപ്പം അത് ഫസ്റ്റ് സീസൺ കണ്ടതിന് ശേഷം പിന്നെ ഒരു 2 ഇയേഴ്സ് ഗ്യാപ്പ് എടുത്ത് കഴിഞ്ഞ വർഷമാണ് ഞാനിത് മൊത്തം ക്യാച്ചപ്പ് ചെയ്തത്. അപ്പം ഈ വർഷത്തെ സീസണിന് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. അത് ഇന്നലെ ഇറങ്ങി. ഞാൻ അപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്തു, ഫുൾ കണ്ടു. ഒത്തിരി ഇഷ്ടമായി, കുറേ ഇഷ്ടമായി. അത് ഈ ഒരു ജോണർ, അതായത് കുക്കിംഗ്, ഷെഫ്, റെസ്റ്റോറൻറ്റ്സ്, ഫുഡ്, ഈ കാര്യങ്ങളും അതേപോലെ മെൻ്റൽ ഹെൽത്ത് അവെയർനെസ്, പിന്നെ കുറേ ഡ്രാമ, കുറേ ഫാമിലി റിലേഷൻഷിപ്സ്, ഫ്രണ്ട്ഷിപ്സ്, ഈ കാര്യങ്ങളെല്ലാം കൂടെ വരുന്ന ഒരു ഇംഗ്ലീഷ് സീരീസാണ്. അപ്പം ഒബ്വിയസ്ലി ഒരു ലാർജ് ഡെമോഗ്രാഫിക്കിൻ്റെ അത് ഇപ്പം ഞാനിപ്പം മലയാളത്തിൽ വീഡിയോ എടുക്കുമ്പം എന്തായാലും കാണുന്നവരിലൊരു 3/4 പേരും സ്കിപ്പ് അടിക്കും. ഈ വീഡിയോ ചിലപ്പോൾ മൊത്തത്തിൽ കാണത്തോലുമില്ല. പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, അങ്ങനത്തെ ഒരു സീരീസ് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ചെക്കൗട്ട് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു എപ്പിസോഡ് ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂർ വരത്തുള്ളൂ. പക്ഷേ ഇതിൻ്റെ അകത്ത് വരുന്ന സിനിമറ്റോഗ്രഫി, അതായത് ക്യാമറ വെച്ചുള്ള വർക്ക്, അതേപോലെ ഇതിൽ ചെയ്തിരിക്കുന്ന റൈറ്റിംഗ്, അതേപോലെ ഈ സീരീസ് പറയുന്ന കാര്യങ്ങളിൽ ചെയ്തിരിക്കുന്ന റിസർച്ചും ഇൻഫർമേഷൻ, നിങ്ങൾക്ക് കിട്ടുന്ന കുറേ വെരി വാലിഡ് ആൻഡ് വെരി വാല്യൂബിൾ ഇൻഫർമേഷൻ ഈ സീരീസിന് കിട്ടും. പ്രത്യേകിച്ച് ഫുഡിനെ കാട്ടിയും കൂടുതലും മെൻ്റൽ ഹെൽത്ത് അവെയർനെസ് ആയിട്ടായിരിക്കും അത് ഫോക്കസ്ഡ് ആയിട്ട് വരുന്നത്. അപ്പം സ്ലോ പേസ്ഡ് ആണോ എന്ന് വെച്ചാൽ ആണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ മനുഷ്യർ സംസാരിക്കുന്ന പോലെ ആയിരിക്കും ഒരു വാക്കുകൾ നമ്മൾ കണ്ടെത്തി. ഇപ്പം ഞാനിപ്പോൾ വ്ളോഗ് എടുക്കുമ്പോൾ തന്നെ പകുതി വാക്കുകൾ ഞാൻ പെട്ടെന്ന് ആലോചിച്ച് പറയാം. അപ്പം അങ്ങനെ പോലും സംസാരിക്കാൻ നമ്മൾ കുറേ നേരം ആലോചിച്ചിരുന്ന് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ പെട്ടെന്ന് നമ്മൾ കഷ്ടപ്പെട്ട് പറയുമ്പോൾ വരുന്ന ആ ഒരു ഡിലേസും കാര്യങ്ങളും എല്ലാം നാച്ചുറലായിട്ട് വരും. പിന്നെ ഇതിൽ ആക്ട് ചെയ്യുന്ന എല്ലാവരും ഓൾമോസ്റ്റ് ലൈക്ക് 99% ആൾക്കാരും അടിപൊളിയായിട്ട് അഭിനയിക്കുന്നത്. അപ്പം യു ക്യാൻ ആക്ച്വലി ലൈക്ക് റിലേറ്റ് ടു ദ ക്യാരക്ടേഴ്സ്. നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു പ്രശ്നത്തിലൂടെ പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ലൈക്ക് മെൻ്റൽ സ്റ്റേറ്റിലോട്ട് നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ, ഒബ്വിയസ്ലി യു ക്യാൻ റിലേറ്റ് ടു വാട്ട്സ് ഹാപ്പനിങ്. ആൻഡ് അതുകൊണ്ട് പ്രത്യേകിച്ച് ഈ സീസൺ 3 വരെ കുറച്ചും കൂടെ റെസ്റ്റോറൻറ്റിലേക്ക് ഫോക്കസ്ഡ് ആയിരുന്നു. ബട്ട് സ്റ്റിൽ ക്യാരക്ടേഴ്സിലേക്കായിരുന്നു, അവരുടെ സ്റ്റോറീസിലേക്കായിരുന്നു ഫോക്കസ്ഡ് ആയിട്ട് വന്നത്. പക്ഷേ സീസൺ 4 വരുമ്പം നമുക്ക് കുറച്ചും കൂടെ അവരുടെ ഇത്രയും നാൾ ഈ ഇപ്പോൾ ഒരു 3 വർഷത്തോളമായിട്ട് ബിൽഡ് ചെയ്ത് വന്നിരിക്കുന്ന ഈ ഒരു ഫൗണ്ടേഷൻ ഓഫ് ദ സ്റ്റോറി, അതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റും അതെങ്ങോട്ട് പോകുന്നു, ഇനി എങ്ങോട്ട് പോകുന്നു എന്ന് ഈ സീസണിലാണ് നടക്കുന്നത്. അപ്പം ഇതുവരെ നമുക്ക് ആ റിലേഷൻഷിപ്സ് തമ്മിലുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതും ബെറ്റർ ആക്കുന്നതുമായിരുന്നു. ഈ സീസണിൻ്റെ അകത്ത് അതിൻ്റെ ഒരു സോളിഡിഫിക്കേഷൻ, ഇനി അതൊരു ഉറച്ച ഒരു റിലേഷൻഷിപ്പായിരിക്കും. അതായത് ഫ്രണ്ട്ഷിപ്പ് ആയാലും ഒരു റിലേഷൻഷിപ്പ് ആയാലും കാര്യങ്ങളെല്ലാം. ആൻഡ് ദ ബെസ്റ്റ് പാർട്ട് ഇസ് ഇതിനകത്ത് ഫുഡിനെ പറ്റിയുള്ള, അതായത് ഫുഡുമായിട്ടുള്ള റിലേഷൻഷിപ്സ് ആൻഡ് ഫുഡുമായിട്ടുള്ള ട്രോമ കാര്യങ്ങൾ അതെല്ലാം പറയുന്നുണ്ട്. അപ്പം ഡെഫിനറ്റ്ലി ചെക്ക് ഇറ്റ് ഔട്ട്. ഞാൻ കൂടുതൽ വട്ടം ചുറ്റി ഒരേ കാര്യം പറയുന്നില്ല. അപ്പോൾ സീ യു ഇൻ അനദർ വീഡിയോ വെരി സൂൺ.